ഞാൻ എനിക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു റോഡിൽ കൂടെ ഒരു ചേട്ടൻ കുപ്പി മേടിച്ചുകൊണ്ട് പോയിരുന്നു. ആ ചേട്ടൻ എങ്ങനെ അവിടെ വെച്ച് മരിച്ചുപോയി. ഇപ്പം ആ കുപ്പിക്കകത്ത് ആ ചേട്ടൻ ഉണ്ടെന്ന് പറയുന്നത്. പോടാ, ശരിക്കും നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എന്നാ ഞാനൊരു കഥ പറയട്ടെ. ഇവിടെ അടുത്തേ ഒരു വാടക വീട്ടില് ഒരു അമ്മയും മോനും ഒരു മുത്തശ്ശിയും കൂടെ താമസിക്കാൻ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി മരിച്ചുപോയി. അതുവരെ ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ മുത്തശ്ശി മരിച്ചതിന് ശേഷം ആ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് അവർ പ്രേതമായിട്ട് എൻകൗണ്ടർ ചെയ്തു. അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. ശരിക്കും ശരിക്കും അത് പ്രേതമൊക്കെ ഉണ്ടല്ലേ? എടി, നീ സിനിമയൊന്നും കാണാറില്ലേ? ഇത് ഭൂതകാലത്തിന്റെ കഥയാ. ഏത് ഭൂതകാലം? എടാ, നമ്മുടെ DSC റെഡ്ഡിയും പ്രമുഖത്തിന്റെ ഒക്കെ സംവിധായകനില്ലേ, രാഹുൽ സദാശിവൻ. അതെ, പുള്ളിയുടെ കഥയാ. ചങ്ങായി അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനാണ്. അതെ അതെ, ഒരു സിനിമയും കണ്ടു വന്ന് കയ്യിലുണ്ടായിരുന്ന റെഡ് ലിപ്പെടുത്ത് ഒളിപ്പിച്ച് വെച്ച ആളാ. അതൊക്കെ വേറെ കാരണം. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ചെങ്ങായിയുടെ സിനിമയൊക്കെ അടിപൊളിയാ. അതെ, പ്രേതമുണ്ടോ? അതും ഇല്ല. എന്ന പ്രസൻസ് എന്ന് മനുഷ്യനെ പേടിപ്പിക്കും. പക്ഷെ DSC റെയിൽ പ്രേതം ഉണ്ടല്ലോ. നിനക്ക് ആ ഇന്റർവെൽ സീൻ ഓർമ്മയില്ലേ? പുള്ളിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്. അതേതാ? ഒടിയൻ. ഏത്? ലാലേട്ടന്റെയാ? ഇതൊന്നുമല്ല, ഇത് വേറെയാ. മഞ്ജുവാരും പൃഥ്വിരാജും ഒക്കെയാ. മഞ്ജുവാരിയായിരിക്കല്ലേ? ഇനി ന്യൂജൻ ഒടിയൻ വല്ലതായിരിക്കും. പക്ഷേ അപ്പൊ ഈ ഒടിയനൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? നിനക്കിത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നറിയോ? ആന്റണി പെരുമ്പാവൂർ. ഇങ്ങോട്ട് വന്നേനെ. എടാ, നമ്മുടെ ധർമ്മ പ്രൊഡക്ഷൻസ് ഇല്ലേ, കരൺ ജോഹർ, അദാർ പൂനാവാല, അപൂർവ മെഹ്ത്ത, പിന്നെ നമ്മുടെ സുപ്രിയ മേനോൻ, അങ്ങനെ വൻ സെറ്റപ്പ് പരിപാടിയാ പിടിക്കാൻ പോണേ. അപ്പൊ ശരിക്കും വലിയൊരു സംഭവം അല്ലേ? എവിടായിരുന്നു? ഇവിടെ പ്രസൻസ് ഉണ്ടോ? അല്ല, ശരിക്കും ഇവിടെ പ്രസൻസ് ഉണ്ട്.